നിന്റെ കയ്യിലിരിക്കുന്നത് എന്ത്? യഹോവയായ ദൈവം മോശയോട് ചോദിച്ചു. ഒരു വടിയെന്ന് മോശ ഉത്തരം പറഞ്ഞു. പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നുമില്ലാത്ത, ഒടിച്ചു കളഞ്ഞാൽ ഒടിഞ്ഞു പോകത്തക്ക, കത്തിച്ചു കളഞ്ഞാൽ കത്തി ചാമ്പലായി പോയേക്കാവുന്ന ഒരു വടി ദൈവത്താൽ ഉപയോഗിക്കപ്പെടണമെങ്കിൽ അതിന്റെ കാരണം ദൈവത്താൽ പ്രയോജനപ്പെടുവാൻ പോകുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ ആ വടിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമ്മോട് കർത്താവ് ചോദിക്കുന്നുണ്ട്, നിന്റെ കയ്യിൽ എന്ത്? ചില കഴിവുകൾ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് കർത്താവിനത് പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. അത് ചെറുതാകാം, വലുതാകാം. ഒരു പരിധിവരെ ഒരു മനുഷ്യരും ചിലപ്പോൾ അതിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുകയില്ല. ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളാവട്ടെ, നമ്മുടെ സ്നേഹിതരാകട്ടെ, നമ്മുടെ ബന്ധുമിത്രാദികളാകട്ടെ, നമ്മുടെ കഴിവുകളെ ഒരു പരിധിവരെ നമ്മൾ പോലും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുകയില്ല. എന്നാൽ കർത്താവ് നമ്മുടെ കയ്യിൽ എന്തുകൊണ്ട് എന്ന് നോക്കുന്നുണ്ട്. നമ്മളെയും നമ്മളിൽ ഉള്ളതിനെയും കർത്താവിന് പ്രയോജനപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്, താല്പര്യപ്പെടുന്നുണ്ട്. നമ്മുടെ കഴിവുകളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നമ്മെ അതിശക്തമായി പ്രയോജനപ്പെടുത്തുവാൻ ഇടയായിത്തീരും.